100 110 കണ്ട പുട്ട് പോലാണ് അടിക്കുന്ന വണ്ടി. ഹായ് ഗൈസ്, എല്ലാവർക്കും ഇലക്ട്രോണിക് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണ SVM മോട്ടോഴ്സ് എന്ന തമിഴ്നാട് ബേസ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ പ്രാണ എന്ന് പറയുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലുക്കിൽ തന്നെ പറയാൻ വണ്ടി ഒരു രക്ഷയില്ല. നമ്മളെ കാവസാക്കി CE900 ഡിസൈൻ ശൈലിയാണ് ഫോളോ ചെയ്തേക്കുന്നത്. പക്ക കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ ബാക്കിൽ നിന്നൊക്കെ ലുക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. LED ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ് വന്നേക്കുന്നത്. ടെയിൽ ലൈറ്റ് എല്ലാം കാവസാക്കി CE900 തന്നെയാണ്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ പവർ ഹബ്ബ് തന്നെയാണ്. വണ്ടിയുടെ ബാക്കിൽ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 39 Nm ടോർക്കുള്ള ഹബ്ബ് മോട്ടറാണ് വന്നേക്കുന്നത്. ഇജാതി പവറാണ് വണ്ടി കൈ എടുക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ആ പവർ റേറ്റിംഗ് നമുക്കറിയാം. ഏകദേശം ഒരു 390 ഒപ്പം ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ലുക്ക് ഒരു രക്ഷയില്ല. 4.32 kW ആംപിയർ വരുന്ന ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിയിൽ തന്നിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തേക്കുന്നത്. നമ്മളെ നോർമൽ ഒരു ബൈക്കിൽ വരുന്ന പോലെ തന്നെ ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് മീറ്റർ ഉണ്ട്, പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്, ചെറിയൊരു RPM മീറ്ററും കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്വിച്ചസ് ഒക്കെ വരുമ്പോൾ നോർമൽ ക്വാളിറ്റിയാണ്. എന്നാലും അത്യാവശ്യം വണ്ടിയുടെ എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ അമ്മിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിനെ അറിയാമല്ലോ, ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ അമ്മിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ഹാൻഡിലാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർലെസ് വെഹിക്കിളാണ്. അതുപോലെ തന്നെ ഇടത് സൈഡിൽ മെയിനായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡ്രൈവ് മോഡുകളാണ്. ഡ്രൈവ് മോഡുകളെന്ന് വെച്ചാൽ വരുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്പോർട്സ് മോഡാണ്. ഇതിൽ ഏറ്റവും പവറുള്ള മോഡ് സ്പോർട്സ് മോഡാണ്. അത് കഴിഞ്ഞ് ഡ്രൈവ് മോഡ്, അത് കഴിഞ്ഞ് പ്രാക്ടീസ് മോഡ്, ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് റിവേഴ്സ് മോഡാണ്. ഇതുവരെയുള്ള EVയിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്ന ഈ റിവേഴ്സ് മോഡ് തന്നെയാണ്. ഏകദേശം ഒരു 5 km സ്പീഡിൽ വണ്ടി റിവേഴ്സ് പോകും. അതുപോലെയാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക്. കോഡ് LED ലാംപ്സാണ് വന്നേക്കുന്നത്. ഏകദേശം 4 LED ലൈറ്റ്സാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് ഈ ഹെഡ് ലാമ്പ് തരുന്നുണ്ട്. വണ്ടിയുടെ സൈഡിൽ നിന്നുള്ളൊരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ വെറുതെ EV ആയിട്ട് ഒരിക്കലും തോന്നത്തില്ല. ഇനി നമുക്ക് വണ്ടിയുടെ കുറച്ച് കീ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയാം. വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത് BLDC ടൈപ്പ് ഹബ്ബ് മോട്ടറാണ് വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. 72 വാട്ട് എയർ കൂൾഡ് ലിഥിയം അയൺ ബാറ്ററിയാണ് വിത്ത് കപ്പാസിറ്റി ഓഫ് 4.32 kW. ഒരു 4 hours വണ്ടി ഫുൾ ചാർജ് ആവും. ഇപ്പോഴും ഫാസ്റ്റ് ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല, നോർമൽ ചാർജിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ ഡയമെൻഷൻസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാച്ചി 200 ഇല്ലേ പുതിയ മോഡൽ, അതിലൊക്കെ കാണുന്ന പോലത്തെ സ്റ്റീൽ ഡബിൾ ക്രാഡിൽ ട്യൂബ് ഫ്രെയിമാണ്. അതിൻ്റെ വണ്ടിയുടെ വീൽ ബേസ് വരുന്നതെന്ന് വെച്ചാൽ 1413 mm ആണ്. അതുപോലെ തന്നെ ഓവറാൾ വിഡ്ത്ത് ഒരു 770 mm വരുന്നുണ്ട്. ലെങ്ത്ത് 2900 mm. പിന്നെ മോശമല്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് 145 mm. നമ്മളെ ഇന്ത്യൻ റോഡൊക്കെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും പോരാ, എന്നാലും 145 mm വളരെ മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും അല്ല. പ്രത്യേകിച്ച് ഒരു EV വെഹിക്കിൾസിന് ഇതൊക്കെ മതി. പിന്നെ വണ്ടിയുടെ ഏറ്റവും കീ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതായിരുന്ന EV വെഹിക്കിൾസിനെ കണക്കെല്ലാം ടോപ്പ് സ്പീഡുണ്ട്. ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 123 കയറുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 100 102 കയറി. നമ്മുടെ റോഡിൽ 100 102 ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കയറുന്നതൊക്കെ വളരെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് 165 കിലോ വരുന്നുണ്ട്. 165 കിലോ ഒരു വെയിറ്റ് വരുന്ന ഒരു വണ്ടി എന്തായാലും ഗ്രൗണ്ടിൽ പിടിച്ച് തന്നെ. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എത്ര കിട്ടും, എത്ര ഓടും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു EV വെഹിക്കിൾ ഇപ്പോൾ ഏകദേശം എൻ്റെ 2 ദിവസത്തോളം വണ്ടി എൻ്റെ കയ്യിലിരുന്നു. എനിക്ക് ഫുൾ മീറ്ററാണ്, എന്നാലും എനിക്ക് ഏകദേശം ഒരു 118 120 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് ഇടുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 100ന് മുകളിലോട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു വണ്ടിയുടെ റൈഡ് റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്നത് പ്രാക്ടീസ് മോഡിലാണ് എടുക്കുന്നത്. എനിക്ക് GoPro ഒന്നുമില്ല, ഞാൻ എൻ്റെ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പില്ലിയണയും വെച്ചാണ് ഞാൻ റൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ആ റൈഡ് റിവ്യൂവിൽ ആ മീറ്ററിൽ കാണിക്കുന്നത് വളരെ ചെറിയ സ്പീഡുകളാണ് കാണിക്കുന്നത്. 8 9 10 അങ്ങനെയാണ് സ്പീഡ് കയറുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഷോറൂമിൽ നിന്ന് എനിക്ക് തന്നത് മൈൽസ് പെർ അവറിലിട്ടാണ് വണ്ടി തന്നത്. അതിനുശേഷം ഞാൻ നൈസിന് വണ്ടി ഒന്ന് ഡ്രൈവ് മോഡിലോട്ട് മാറ്റി നോക്കി. അപ്പോൾ തന്നെ വണ്ടിയുടെ ആ ത്രോട്ടൽ റെസ്പോൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ജസ്റ്റ് കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല രീതിക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 34 37 മൈൽസ് പെർ അവർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ അറിയാം എത്രയും കിലോമീറ്ററിലാണ് വണ്ടി പോണതെന്ന്. വലിയൊരു സ്പീഡല്ല,
എന്നാൽ പോലും വണ്ടി നല്ല രീതിക്ക് വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 165 കിലോ വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു FC ഒരു NS ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഡൂക്ക് 200 ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു നടക്കുന്ന പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ ആ ഒരു ടയർ സെക്ഷൻ്റെ ഒരു മികവാണ് അതിൽ കാണാൻ പറ്റുന്നത്. ആ ഫ്രെയിമിൻ്റെയും ടയർ സെക്ഷൻ്റെയൊക്കെ ഒരു കഴിവ് തന്നെയാണ്. എന്ന് വെച്ചാൽ 110 സെക്ഷൻ ഫ്രണ്ട് ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ 140 സെക്ഷനാണ് ബാക്ക് ടയർ വരുന്നത്. അതുതന്നെ ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് കാണും. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത ത്രോട്ടിൽ തിരിവ് തന്നെ വണ്ടി കയറി പോകുന്നുണ്ട് നല്ല രീതിക്ക്. ഇപ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് നിങ്ങൾക്ക് കാണാം, 52 മൈൽസ് പെർ അവേഴ്സാണ്. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഏകദേശം 90 km/h ഒക്കെ സ്പീഡായി. ഇപ്പം ഞാനും എൻ്റെ പില്ലിന് അത്യാവശ്യം നല്ല ഭാരമുള്ളവരാണ്, നല്ല വെയിറ്റ് ഉള്ളവരാണ്. നമ്മളെ ഇരുത്തിയിട്ട് വണ്ടി നല്ല രീതിക്ക് പുള്ളിയുന്നുണ്ട്. കണ്ടോ, വണ്ടി നല്ല രീതിക്ക് പുള്ളിയുന്നുണ്ട്. 57-60 മൈൽസ് പെർ അവേഴ്സിലാണ് പോണത്. കുറച്ച് നേരം ഓടിയതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കിയായിരുന്നു. ഈ മൈൽസ് പെർ ഒന്ന് മാറ്റിയിട്ട് km/h മാറ്റി. അതുപോലെ തന്നെ മോഡും ചേഞ്ച് ചെയ്ത് സ്പോർട്സ് മോഡോട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം, വണ്ടി 0 to 60 ഏകദേശം 4 സെക്കൻഡിനകത്താണ് അടിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ തന്നെ വണ്ടി 60 km/h. അതുപോലെ തന്നെ എന്നെയും അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട്, എനിക്കും പില്ലിയണം. നമ്മളെ രണ്ടുപേരെയും വെച്ചിട്ടാണ് വണ്ടി 10 സെക്കൻഡിനകത്ത് വണ്ടി 100 കയറുന്നുണ്ട്. വണ്ടി 100 നല്ല കിടിലായിട്ട് അടിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സ്ട്രെല്ലൊക്കെ പറയുന്ന പോലെ പൊട്ടുപോലെ വണ്ടി 100 കയറുന്നുണ്ട്. നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇന്ത്യൻ മെയ്ഡ് ഇലക്ട്രിക് വെഹിക്കിളാണ്, ഒരു EV ആണ് ഈ 100-ൽ പോകുന്നത്. അതായത് കമ്പനി ആരടുത്തും ഒരു ബടായി പറയുന്നില്ല. ഇത്രയും നല്ലൊരു സ്പീഡിൽ പോലും വണ്ടിയുടെ ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും, 165 കിലോ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നല്ല തറയിൽ പിടിച്ച് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇത്രയും ഹൈ സ്പീഡിൽ നല്ല ഫ്ലിക്ക് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. വണ്ടിയുടെ ഒരു നെഗറ്റീവായിട്ടൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ബ്രേക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 1-2 സെക്കൻഡത്തേക്ക് വണ്ടി അനങ്ങത്തില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പുതിയൊരാളാണെങ്കിൽ, പുതിയ റൈഡറാണെങ്കിൽ നമ്മളിപ്പോൾ ത്രോട്ടിൽ പിടിച്ച് വെച്ചുകൊണ്ടാണ് ബ്രേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചോ, പെട്ടെന്ന് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്ന് ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ 39 Nm ടോർക്ക് ഒറ്റ പിടിയിൽ നമ്മളെ കയ്യിൽ വരും. അപ്പോൾ വണ്ടിയായിട്ടൊന്ന് മിങ്കിളാവാൻ കുറച്ച് സമയമെടുക്കും. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക് വെഹിക്കിളെ കുറിച്ച്, തേരി വലിക്കൂ, തേരി കയറൂ എന്നൊക്കെ. ഇപ്പം തന്നെ നമ്മളെ ഇന്ത്യൻ വിപണിയിൽ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങി തുടങ്ങി, 4 വീലേഴ്സും അതുപോലെ തന്നെ 2 വീലേഴ്സും. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ആർദർ 450 എന്ന് പറഞ്ഞൊരു സ്കൂട്ടറുണ്ട്. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടി തുടങ്ങുന്നത്. ഏകദേശം ഈ വർഷം തന്നെ നമ്മളെ കേരളത്തിൽ ലോഞ്ച് ആകുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ടാറ്റയുടെ നെക്സോൺ EV, നമ്മളെ വെഹിക്കിളിനൊക്കെ ഇപ്പോൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ടാറ്റയുടെ നെക്സോൺ EV ആണ്. ഒറ്റ ചാർജിൽ ഏകദേശം 325 km റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്, നല്ല പവറും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, നമ്മൾ 2 പേര് ഇരുന്നതിന് ശേഷമാണ് ഈ വണ്ടി 100 കയറുന്നത്. അത്യാവശ്യം നല്ല വലിവുണ്ട്. ഇപ്പോൾ പുറമേ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പയ്യന്മാർക്കും ഫ്രീക്കന്മാർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ്. പിന്നെ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2,25,000 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ വണ്ടിയുടെ ഷോറൂം ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ അടുത്ത് എനിക്കൊരു അപേക്ഷയുണ്ട്, കാരണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളെല്ലാം ഈ വീഡിയോയിലുണ്ട്. ഞാൻ പറയുന്നത് എല്ലാത്തിലും തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നാലേ എനിക്ക് ഒത്തിരി നല്ല രീതിക്ക് അടുത്തൊരു റിവ്യൂ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂമായി നിങ്ങൾ മുന്നിലെത്തുന്നവരെ ഇലക്ട്രോ കിഡ് സൈനിങ് ഓഫ്.